കേരള തീരത്ത് റെഡ് അലേർട്ട് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്നാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. അതീവ ജാഗ്രത വേണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലേറ്റത്തിനും ഉയർന്ന തിരകൾക്കും സാധ്യതയുണ്ട്. എസ് ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസം പതിവാകുന്നുണ്ട്. തുടർച്ചയായി വീണ്ടും ഈ പ്രതിഭാസം കേരള തെക്കൻ തമിഴ്നാട് തീരത്തും വ്യാപിച്ചതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം തീരദേശ മേഖലയ്ക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും ഒപ്പം തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും നാളെ രാവിലെ 2:30 മുതൽ മറ്റന്നാൾ രാത്രി 11:30 വരെ അതിതീവ്ര തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഈ മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഒക്കെ തന്നെ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ കൂടി ഓരോരുത്തരും ഉറപ്പുവരുത്തണമെന്നുള്ളതാണ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദ സഞ്ചാരത്തിനും എല്ലാം തന്നെ പൂർണ്ണമായും വിലക്ക് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി 10 മണി മുതൽ എല്ലാ ബീച്ചുകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കണം എന്നുള്ളതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിട്ടുള്ള മുന്നറിയിപ്പ്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് കേരള തീരമുള്ളത്. കാരണം ഇത്രയധികം കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടായിട്ടും ഒരു റെഡ് അലേർട്ട് ജാഗ്രത നൽകുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം കടന്നിട്ടില്ല. പക്ഷേ നിലവിലെ സാഹചര്യം അതീവ ഗൗരവത്തോടെ കാണണം എന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇത്തരത്തിൽ റെഡ് അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. സുരക്ഷിതമല്ലാത്ത മേഖലകളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അനിൽ നമ്പ്യാർ. ശാലിനി, എത്ര ദിവസത്തേക്കാണ് ഈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? അനിൽ നമ്പ്യാർ, നിലവിൽ 2 ദിവസത്തേക്കാണ് അലേർട്ട് നൽകിയിട്ടുള്ളത്. അതായത് നാളെ രാവിലെ 2:30 മുതൽ മറ്റന്നാൾ രാത്രി 11:30 വരെയാണ് അതിതീവ്ര തിരമാലകൾ കേരള തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കേരള തീരത്ത്, പ്രത്യേകിച്ച് വിഴിഞ്ഞം, പൊഴിയൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ കള്ളക്കടൽ പ്രതിഭാസം അതിരൂക്ഷമായിരുന്നു. നിരവധി വീടുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീടുകൾക്കുള്ളിൽ വെള്ളം കയറുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെയാണ് അതീവ ജാഗ്രതയോടുകൂടി ഇപ്പോൾ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് സാഹചര്യം ഗുരുതരമാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് വരുന്നത്. എന്തായാലും പൊതുജനങ്ങളും തീരദേശ മേഖലയിലുള്ളവരും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. ഒപ്പം നാളെ രാവിലെ 2:30 മുതൽ തന്നെ ഈ ഒരു പ്രതിഭാസം അതിതീവ്രമായ രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. യെസ്, കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കേരള തീരത്ത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യത ഉണ്ട് എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.